എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 4 പാർട്ട് സീരീസാണ് ഓൺ വെരിക്കോസ് വെയിൻസ്, പൈൽസ്, വെരിക്കോസീൽ. അതിൻ്റെ 3-ാം ഭാഗമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ വെരിക്കോസീലിൻ്റെ കൂടെ വരുന്ന സാധാരണ കാണുന്ന വേറെ രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് എന്നുള്ളതുമാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ വെരിക്കോസ് വെയിൻ്റെ കൂടെ കാണുന്ന വേറെ അസുഖങ്ങൾ സാധാരണഗതിയിൽ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് ഒബേസിറ്റിയാണ്, വെയിറ്റ് കൂടുക എന്നുള്ളത്. പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയറ് വരിക. ഇപ്പം നമുക്കറിയാം, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളമാണ് വെരിക്കോസ് വെയിൻ വരുന്ന മിക്കവാറും ആദ്യം ഒരു പ്രഗ്നൻസി സമയത്തായിരിക്കും. അപ്പോൾ പ്രഗ്നൻസിയിൽ യൂട്രസ് വളർന്ന് വയറ് വീർത്ത് വരുമ്പോൾ വയറിനുള്ളിലെ പ്രഷർ കൂടുന്നതുകൊണ്ടാണ് ആ സമയത്ത് വെരിക്കോസ് വെയിൻസ് വരുന്നത്. അതുപോലെ മിക്കവാറും ലേഡീസിന് പൈൽസ് ആദ്യം വരുന്നതും ഈ പ്രഗ്നൻസി സമയത്തായിരിക്കും. അത് രണ്ടും ഒരേ രോഗത്തിൻ്റെ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വീനസ് പ്രഷർ കൂടി അവിടെ രക്തത്തിലാണെങ്കിലും ഏനസിലാണെങ്കിലും ബ്ലീഡിങ്ങും പൈൽസിൻ്റെ ബ്ലീഡിങ് ആയിരിക്കും. മറ്റേതാണെങ്കിൽ കാലിലാണെങ്കിൽ അത് വെരിക്കോസ് വെയിൻസ് ആയിട്ട് വരും. അത്രയേ ഉള്ളൂ. അപ്പം ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റിയാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് വരുന്നത്. പിന്നെ ഉള്ളത് ഒബേസിറ്റിയുടെ കൂടെ പിന്നെ അടുത്തത് വരുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതിൻ്റെ ഭാഗങ്ങളാണ്. അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷന്, കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും. പിന്നെ ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ. അപ്പം പിന്നെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ്റെ കോംപ്ലിക്കേഷനുമായിട്ടുള്ള കിഡ്നിക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം, കണ്ണിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. കാരണം ഈ ജീവിതശൈലി രോഗങ്ങളൊന്നും ഒറ്റയായിട്ട് ഞാൻ ആർക്കും കാണാറില്ല. ഒരു വെരിക്കോസ് വെയിൻ മാത്രമായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. വെരിക്കോസ് വെയിൻ്റെ കൂടെ വരുമ്പോൾ മിക്കവാറും അവർക്ക് പിന്നെ ഒരു പ്രധാന ഇതെന്ന് വെച്ചാൽ ആർത്രൈറ്റിസ്, മുട്ടിന് തേയ്മാനം. അത് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മുട്ടിന് തേയ്മാനം കൂടെ വരും. അത് മുട്ടിന് തേയ്മാനത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലർക്ക് വെരിക്കോസ് വെയിൻ കൂടുന്നത്. അതായത് കുറച്ചൊക്കെ വെരിക്കോസ് വെയിൻ ഉള്ള ഒരാൾ മുട്ട് തേയ്മാനത്തിന് വേണ്ടിയിട്ട് മുട്ടുമാറ്റിയൊക്കെ ശസ്ത്രക്രിയ കഴിയുമ്പോഴേക്കും ഇത് കൂടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടിൻ്റെ അവിടുത്തെ കട്ടിങ്ങും, ശരിക്കും പറഞ്ഞാൽ മുട്ടിന് തേയ്മാനത്തിന് വേണ്ടിയിട്ട് സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ ജോയിന്റ് തുറന്ന് അതിൻ്റെ രണ്ടിൻ്റെയും എല്ലുകളുടെ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ അതിന് പകരം ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റീൽ വെച്ചിട്ടുള്ള ഈ ജോയിന്റ് ഫിറ്റ് ചെയ്യുകയാണല്ലോ അവിടെ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴേക്കും അവിടുത്തെ രക്തയോട്ടം അതിനെല്ലാം രക്തപൊരുകളെയും കൂടെ ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാവണമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട് മുട്ടുമാറ്റിവയ്ക്കൽ കഴിഞ്ഞപ്പോഴേക്കും വെരിക്കോസ് വെയിൻ പ്രോബ്ലംസ് കൂടിയിട്ടുള്ളത്. ചിലർ അതിന് മുമ്പ് അതിനോടൊപ്പം തന്നെ വെരിക്കോസ് വെയിൻ ഓൾറെഡി സർജറി കഴിഞ്ഞവരായിരിക്കും. അപ്പം അങ്ങനെ വേറെ കാലിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ പ്രോബ്ലം ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യത എല്ലാം ഉണ്ടെന്നുള്ളതാണ് ഈ വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ടവർ. പിന്നെ ഉള്ളത്, അവർക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പലർക്കും മുട്ടിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവും, തേയ്മാനം എന്ന് പറയുന്നത്. പക്ഷെ താഴെ പാദത്തിലേക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. പാദം വെരിക്കോസ് വെയിൻ്റെ ഭാഗമായിട്ട് സ്കിന്ന് കറുത്ത്, ചൊറിച്ചില്, അൾസർ ഇതെല്ലാം വരാം. അതുകൂടാതെ ഒരു റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ വിരലുകളൊക്കെ തിരിഞ്ഞു പോവുക, ഒന്നെങ്കിൽ ഇങ്ങോട്ട് തിരികായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് തിരികായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അലൈൻമെന്റ് തെറ്റും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ വെയിറ്റ് താങ്ങാനുള്ള, നമ്മൾ കാല് നടക്കുമ്പോൾ ഒക്കെ വേദനയും, പിന്നെ കാലിന് ഉള്ളിലകത്താണെങ്കിലും സ്കിന്ന് തടിച്ചു വരിക, ഒരു സോളിൽ ഇങ്ങനെ അതുപോലെയുള്ള പ്രോബ്ലംസ്, അൾസർ വരിക, അങ്ങനത്തെ പ്രോബ്ലങ്ങളിലേക്ക് പോകും. ഇപ്പം ഈ പ്രോബ്ലംസ് എല്ലാം ഉള്ള ആൾക്ക് ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അഗ്രവേറ്റ് ചെയ്ത് ഡയബറ്റിക് അൾസറാണോ, വെരിക്കോസ് വെയിൻ ആണോ അൾസർ ഉണ്ടാക്കുന്നത്, ഡയബറ്റീസ് ആണോ അൾസർ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരിക്കും. ഇത്തരം രോഗികൾക്ക് മിക്കവാറും ഹാർട്ടിനും പ്രോബ്ലം ഉണ്ടാവില്ല. ഇതെല്ലാം രക്തക്കുഴലിനും ആർട്ടറിക്കും കൂടെ പ്രോബ്ലം വരുമ്പോൾ, ആർട്ടറി അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ഈ സ്റ്റെന്റ് ഒക്കെ ഇടുന്നത്. അവിടെ നാരോയിങ് ആണ് വരുന്നത്, ഇതിന് ഡയലറ്റേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് വെയിനിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെന്റ് ഇടേണ്ടി വരുന്നില്ല, ആർട്ടറിക്കാണ് സ്റ്റെന്റ് ഇടേണ്ടി വരുന്നത്. അപ്പം ഹാർട്ടിൽ കൊറോണറി ആർട്ടറിക്ക് സ്റ്റെന്റ് ഇടേണ്ടി വരുന്ന ആളുടെ കാലിലേക്കുള്ള രക്തക്കൊഴലുകൾക്കും ഈ സെയിം പ്രോബ്ലം ഉണ്ടാവും. അപ്പം ആ ബ്ലഡും പ്രോപ്പറായിട്ട് ഉണ്ടാവുകയല്ല, മസിലിന് പ്രോപ്പറായിട്ട് രക്തയോട്ടം കിട്ടുന്നുണ്ടാവില്ല, ഓക്സിജനും കിട്ടുന്നുണ്ടാവില്ല. അപ്പം അതും കൂടി ഇതിൻ്റെ ആയിട്ട് സിംറ്റമായിട്ട് വരും. അപ്പം ഇതെല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. മിക്കവാറും നമുക്ക് രോഗങ്ങളൊന്നും ഒന്നായിട്ടല്ല വരുന്നത്, അതിൻ്റെ
കൂടെ ആദ്യം ഒന്ന് വരും, അതിൻ്റെ കൂടെ അടുത്തത് വന്ന് അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ മരുന്നുകളാണല്ലോ കഴിക്കുന്നത്. ഇപ്പം ഈ മരുന്നുകൾ ശരിക്കും ഒരു ടോക്സിനായിട്ടാണ് വരുന്നത്. ഈ മരുന്ന് എങ്ങോട്ടാണ് ആദ്യമേ ചെല്ലുന്നത്? നേരെ ബ്ലഡിലേക്കാണ് ചെല്ലുന്നത്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റും കൂടി ഈ ബ്ലഡ് വെസൽസിന് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അതും രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മൾട്ടിപ്പിൾ രീതിയിലാണ് ഇതെല്ലാം നമുക്ക് ബോഡിയെ ഡാമേജ് ചെയ്യാനായിട്ട്, ഓരോ സ്കിന്നിനെ ആണെങ്കിലും പാദത്തിനെ ആണെങ്കിലും ജോയിൻസിനെ ആണെങ്കിലും ഒക്കെ ഡാമേജ് ചെയ്യുന്ന മൾട്ടിപ്പിൾ രീതിയിലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഈ വണ്ണം വെക്കുന്നത് ആണ് ഇതിൻ്റെ ഒരു മെയിൻ കോമോർബിഡിറ്റി, ഇതിൻ്റെ കൂടെ വരുന്നൊരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വണ്ണം വെക്കുന്ന അല്ലെങ്കിൽ വണ്ണമുള്ള ഒരാൾ ഈ വെരിക്കോസ് വെയിനും കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ഈ വെരിക്കോസ് വെയിനുള്ള ആൾ എങ്ങനെ അധികം ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണ് അയാൾക്കുള്ള മാർഗം? വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്ക് ഇപ്പം നമുക്ക് നടക്കാനോ ഓടാൻ അതിൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ചിരിക്കും. ചെറിയ രീതിയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നടക്കുക, ഓടുക എന്നുള്ള എക്സസൈസ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ വന്ന് പ്രത്യേകിച്ച് ഈ പെർഫറേറ്റേഴ്സ് ഒക്കെ ഡാമേജ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ നടക്കാൻ പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഫ്ലോർ എക്സസൈസ്, കിടന്നുകൊണ്ട് അല്ലെ ഇരുന്നുകൊണ്ട് അല്ലെ സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസ്, അതാണ് അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്നത്. അപ്പോൾ അത് എത്രമാത്രം എക്സ്റ്റെൻഡ് ഡാമേജ് വന്നിട്ടുണ്ടെന്നും കൂടെ അനുസരിച്ചായിരിക്കും. എപ്പോഴും സ്വിമ്മിങ് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഫ്ലോർ എക്സസൈസ് ഒക്കെ സേഫായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കൊള്ളുകൾ ഡാമേജ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സ്റ്റാഗ്നേഷനാണ് വരുന്നത്. അപ്പോഴാണ് ഈ ബ്ലഡ് ക്ലോട്ട് ആകുകയൊക്കെ ചെയ്യുന്നത്. ബ്ലഡ് ക്ലോട്ടായി ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ത്രോംബോഫ്ലെബൈറ്റിസ്, അതിൻ്റെ കൂടെ സ്കിന്നിൽ ഇൻഫെക്ഷനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർഫിഷ്യൽ ത്രോംബോഫ്ലെബൈറ്റിസ് വരാം. അപ്പം രക്തം കുഴലുകൾക്ക് പിന്നെ ഡീപ്പ് വെയിനെ കൊണ്ട് ബ്ലോക്കാക്കി കളയാം. ഈ ത്രോംബോസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹീലിംഗ് ഒക്കെ വരുമ്പോഴും അവിടെ ആ രക്തക്കൊഴലുകൾ ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ക്ലോട്ടൊക്കെ പോയി ശ്വാസകോശത്തിലേക്ക്, ഇപ്പം വെയിൻസിൽ നിന്ന് വരുന്ന ബ്ലഡ് ക്ലോട്ടൊക്കെ ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. അതാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. അപ്പം അത് പ്രത്യേകിച്ച് ഏറ്റവും സൂക്ഷിക്കേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ ഇങ്ങനെ വെരിക്കോസ് വെയിൻസ് ഉള്ളവർ ഈ കൂളിംഗ് കൂടുതലുമാണല്ലോ. അപ്പം നമ്മൾ ഈ ലോങ് ഡിസ്റ്റൻസ് എയർ ട്രാവൽ, ഇപ്പോൾ ഒക്കെ നമ്മുടെ മലയാളികളുടെ ആണെങ്കിൽ മിക്കവാറും പേരൻസ് ഒക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ എപ്പോഴും ഫ്ലൈറ്റിലൊക്കെ ചെയ്യേണ്ടി വരും. കാരണം മക്കൾ കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആയിരിക്കും. അപ്പം 24 hours ഫ്ലൈറ്റൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലും തൂക്കിയിട്ട് ഇങ്ങനെ അനക്കാതെ വെച്ചിരുന്നിട്ട് അത് തന്നെ മതി ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാനും. അത് കൂടിക്കഴിഞ്ഞ് ചിലപ്പം ആ ക്ലോട്ടൊക്കെ അവിടുന്ന് ഡിസ്ലോഡ് ചെയ്ത് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പൾമണറി എംബോളിസം വന്ന് ഈവൻ മരിക്കുമ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. നെഞ്ചിന് വേദന വന്നു ആൾ കുഴഞ്ഞു വീഴാന്നിരിക്കും ചെയ്യുന്നത്. അപ്പം അത് പലപ്പോഴും ഈ പൾമണറി എംബോളിസം ഒക്കെ സിവിയർ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോലും എത്താൻ പോലും പറ്റിയില്ല എന്നിരിക്കും. അപ്പം നമ്മളെപ്പോഴും കരുതുന്നത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. ചിലപ്പോൾ ഈ വെയിൻസിൽ ഇത് വന്നിട്ട് പൾമണറി എംബോളിസം വന്നു അത് ലങ്സിലേക്ക് എത്തിയിട്ട് ക്ലോട്ട് എല്ലാം കൂടെ ചെയ്ത് വന്നിട്ട് വന്ന ബോധക്കേടാവാം അത് വരുന്നത്. അപ്പം അതും പ്രത്യേകിച്ച് ഓർക്കണം. വെരിക്കോസ് വെയിൻ ഉള്ളവർ നമ്മൾ കാല് അനക്കാതെ അധികം നേരം വെക്കരുത്. ഈവൻ നമുക്ക് ആംഗിൾ നമുക്ക് മടക്കവും നൂർക്കുകയും ചെയ്യുക. അതുപോലെ കാഫ് മസിൽസിനും ഇവരെ നമുക്കിപ്പം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അത് പ്രത്യേകം ചെയ്യാനായിട്ട് ഓർക്കാം. ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടുണ്ട് ഈ പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉള്ളവർക്ക് പലർക്കും ഈ വെരിക്കോസ് വെയിൻസ് വന്നാൽ ഇതിൻ്റെ ഈ വെരിക്കോസ് വെയിൻസിന് ഈ കംപ്രഷൻ, നേരത്തെ പറഞ്ഞ പോലെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുകയാണെങ്കിൽ ഈ പെരിഫറൽ ആർട്ടറി ഡിസീസിനെ അത് ബാധിക്കുമെന്നും അങ്ങനെയുള്ള. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം ഈ കംപ്രഷൻ സ്റ്റോക്കിംഗ് ഇടേണ്ട ഒരു ആവശ്യം വരുമ്പോൾ? വെരിക്കോസ് വെയിന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഡോപ്ലർ സ്റ്റഡി ആണല്ലോ ചെയ്യുന്നത്. അപ്പം യൂഷ്വലി ഡോക്ടേഴ്സ്, ഈ ഡോപ്ലർ സ്റ്റഡി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇത് നോക്കാൻ ഒത്തിരി സമയം എടുക്കുന്നതാണ്. കാരണം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് നോക്കണമല്ലോ, ഓരോ സ്ഥലത്തോടെ നോക്കണം. അപ്പോൾ അവർ ഐതർ ആർട്ടറി അല്ലെങ്കിൽ വെയിൻ, ഇനി രണ്ടും വേണമെങ്കിൽ രണ്ടും വേണമെന്ന് പറഞ്ഞാലേ അവർ ചെയ്തു തരുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ ശരിക്കും ആർട്ടറിയും വെയിനും ഡോപ്ലർ സ്റ്റഡി നോക്കും. ഡോപ്ലർ സ്റ്റഡി നോക്കുമ്പോൾ കാലിലെ വെയിനും ആർട്ടറിക്കും നോക്കി കഴിയുമ്പോൾ നമുക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടോ, വെയിനിൻ്റെതാണെങ്കിൽ കൂടുതലും പെർഫറേറ്റേഴ്സ് എന്തോരം വാൽവ് ഡാമേജ് ആണ് വന്നിരിക്കുന്നത്, എന്തോരം ഡയലറ്റേഷൻ ഉണ്ടെന്ന് അതും അറിയാം, മറ്റതും അറിയാം. പിന്നെ നമ്മൾ സാധാരണ മിക്കവാറും ഞാൻ എൻ്റെ പേഷ്യൻസ് മിക്കവാറും തന്നെ ഈ വെരിക്കോസ് വെയിൻസിന് മിക്കവാറും എല്ലാവരും ഓൾറെഡി ഒത്തിരി ഡോപ്ലറൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പം പിന്നെ ട്രീറ്റ്മെൻറ്റിനെ അത് അത്ര ഇമ്പാക്റ്റ് വരുത്തുന്നില്ല. അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണല്ലോ വരുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ ഈ റിപ്പയർ എത്ര വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഈ മൊത്തത്തിൽ നമ്മൾ രക്തക്കൊഴലുകളുടെ ഏജിങ്ങും
അതിൻ്റെ എന്തോരം ആത്രോസ്ക്ലെറോസിസ് ഉണ്ടെന്നറിയാനായിട്ട് ഏറ്റവും കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കിട്ടുന്നത് ഈ നെക്കിലെ രക്തക്കൊഴലുകളാണ്. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന രക്തക്കൊഴൽ, കെരോട്ടിഡ് ആർട്ടറി എന്ന് പറയും. അപ്പൊ കെരോട്ടിഡ് ആർട്ടറി ഇന്റിമ മീഡിയ തിക്നെസ്, അതായത് കെരോട്ടിഡ് ആർട്ടറിക്കകത്ത് എത്ര കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ കാലിലേക്ക് സിംറ്റംസ് ഉണ്ട്, പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെയും കൂടെ ഡോപ്ലർ ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിനൊന്നും പിന്നെ സൈഡ് എഫക്റ്റ് ഇല്ല. അതിന് റേഡിയേഷനോ എക്സ്റേ ഒന്നും വരുന്നില്ലാത്തത് കൊണ്ട് അൾട്രാസൗണ്ട് സ്കാൻ അതിൻ്റെ ആ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഈവൻ വൺസ് ഇൻ എ മന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, റിപ്പീറ്റ് എത്ര പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ സ്കാനോ MRI ഒക്കെ പോലെയല്ല, മറ്റ് റേഡിയേഷനോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ലക്കിലി നമുക്ക് ഇന്ത്യയിൽ ഇതിനൊന്നും വലിയ കോസ്റ്റും അല്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സ്കാനിങ്, പ്രത്യേകിച്ച് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ വളരെ എക്കണോമിക്കായിട്ട് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ബെനിഫിറ്റും നമുക്ക് അറിയാൻ പറ്റും. അതായത് നമുക്ക് എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും നമുക്ക് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്താണ് കണ്ടീഷൻ അറിഞ്ഞിട്ട് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പം ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുന്ന കാര്യത്തെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും? കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുമ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ അപ്രോച്ചിൽ ഞാൻ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ആകെ അവർ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇടാൻ പറയുക. അപ്പം തുടക്കത്തിൽ ഇപ്പം രക്തക്കൊഴലുകൾ റിപ്പയർ ചെയ്യാനാണ്. അപ്പം നമ്മൾ ഈ വെരിക്കോസ് വെയിൻസും അതുപോലെ തന്നെ പെരിഫറൽ ആർട്ടറി ഡിസീസ് ആണെങ്കിലും രണ്ട് രോഗത്തിനും ഒരേപോലെ തന്നെയാണ്. ഒരേ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുക, കറക്റ്റ് എക്സസൈസ് കൊടുക്കുക, നമ്മുടെ ടോക്സിൻ ലെവലൊക്കെ കുറയ്ക്കുക, അവർക്ക് പറ്റിയ രീതിയിൽ എക്സസൈസും ചെയ്താൽ ആർട്ടറി റിപ്പയർ ചെയ്യും. വെയിനെ റിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ ആർട്ടറി റിപ്പയർ ചെയ്യും. അപ്പൊ ആർട്ടറിക്കകത്ത് നമുക്ക് ഈ ഡോപ്ലർ സ്റ്റഡി വെച്ചിട്ട് അതിനകത്ത് നിന്ന് കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നത് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈവൻ കാൽസിഫൈഡ് ഫ്ലക്സ് പോലും കുറയുന്നത് നമുക്ക് കാൽസിഫിക്കേഷൻ കുറയുന്നത് പെട്ടെന്ന് കിട്ടുകയില്ല. അത് 1 or 2 years വരെ എടുക്കും, അത് പതുക്കെ കുറയുള്ളൂ. പക്ഷെ ഫാറ്റിന്റെ കുറവ് വരുന്നത് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഇത്തരം പേഷ്യൻസിന് നമ്മൾ സ്റ്റോക്കിങ്സ്, പ്രത്യേകിച്ച് നൈറ്റൊക്കെ സ്റ്റോക്കിങ്സ് ഇട്ട് കിടന്നു കഴിഞ്ഞ് വേണ്ട രക്തയോട്ടം കുറഞ്ഞു പോകും. അതാണ് അതിന് രണ്ടിനും അതിൻ്റെതായ ഒരു ഇതിടുമ്പം അതിൻ്റെ ഒരു ഒന്നിൻ്റെ ഫ്ലോ കുറയ്ക്കും, മറ്റൊന്ന് വീർക്കൽ കുറയ്ക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ആ കൂളിങ്ങിന് ഡെഫിനറ്റ്ലി ബിക്കോസ് വെയിനിന് ഒരു ബെനിഫിറ്റ് കിട്ടും. കൂളിങ് അങ്ങനെ അധികം വീർത്ത് വരാതെ അതവിടെ ഇരുന്നോളും, അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരും. പക്ഷെ തിരിച്ച് ആർട്ടറിയൽസ് യൂഷ്വലി ഇത്തരം ഇതൊന്നും അധികം അഫക്റ്റ് ചെയ്യുകയല്ല സ്റ്റോക്കിങ്സ് ഒക്കെ ഇടുന്നത്. എന്നാലും അതൊക്കെ ഓൺലി ഫോർ ഷോർട്ട് ടൈം, നമ്മൾ ഈ കൂടുതൽ നടക്കുന്ന നേരത്തും അങ്ങനത്തെ ഒക്കെ സമയത്ത് മാത്രം യൂസ് ചെയ്യാനാണ്. അതും യൂഷ്വലി നമ്മൾ കറക്റ്റായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് ഞാൻ മിക്കവാറും ഒരു 10% വെയിറ്റ് നന്നായിട്ട് നോക്കുന്ന ആൾക്കാണെങ്കിൽ 1 മാസം കൊണ്ട് 10% വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ തന്നെ പേഷ്യൻ്റ് ഒത്തിരി കംഫർട്ടബിൾ ആകും. പിന്നെ അവർക്ക് ഈ സ്റ്റോക്കിങ്സിന് ഒരു ക്രേപ്പ് ബാൻഡേജും ഒന്നും അവർ തൊടാൻ പോകില്ല. മിക്കവാറും ചെറിയതായിട്ടുള്ള അൾസറൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇതിൻ്റെ മന്ത് തന്നെ ഹീൽ ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഈ ഒത്തിരി സർജറി ഒക്കെ ചെയ്ത് ലോങ് സ്റ്റാൻഡിങ് അൾസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അത് എത്ര രക്തക്കൊഴലുകൾക്ക് എത്ര ഡാമേജ് വന്ന് ഓൾറെഡി എന്നുള്ളതനുസരിച്ചായിരിക്കും എത്ര ഹീലിംഗ് കിട്ടുമെന്നും എത്ര ഫാസ്റ്റായിട്ട് അൾസർ ഹീലിംഗ് വരുമെന്നുള്ളത്. ഈ ഇൻഫ്ലമേഷന് ഒരു വലിയൊരു പാർട്ടുണ്ട് ഈ വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ഇൻഫ്ലമേഷൻ കൂടുതലാവുന്നത് തന്നെയാണ് ഒരു മെയിൻ പ്രോബ്ലമായിട്ട് വെരിക്കോസ് വെയിനിൽ കാണുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് എന്താണ് മാർഗങ്ങൾ? നമ്മൾ ഈ കാണുന്ന എല്ലാ രോഗത്തിൻ്റെയും ഈ സിംറ്റം ഉണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇൻഫ്ലമേഷൻ കാരണമാണ്. ഇൻഫ്ലമേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ടോക്സിൻ നമ്മളുടെ ബോഡിക്കകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഡിഫൻസ് ആക്ടിവിറ്റി ഒക്കെ പുറത്തെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കെമിക്കലുകൾ പുറത്തു വരും. ആ കെമിക്കലുകൾ വരുമ്പോഴാണ് നമുക്ക് വേദന വരും, വേദനയായിട്ട് വരാം, പനി വരാം, നീർക്കെട്ട് വരാം, അതുപോലെ മുഴ പോലെ വരാം. ഇതെല്ലാം സിംറ്റംസ് എന്ന് പറയും. അതെല്ലാം നമ്മളുടെ ഇൻഫ്ലമേഷൻ്റെ സിംറ്റംസാണ്. ഈ രോഗങ്ങളെല്ലാം പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇൻഫ്ലമേഷൻ വരുമ്പം നമ്മളതിനെ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്താ? ടോക്സിനാണ്. ടോക്സിൻ എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും അധികമായാൽ അത് ടോക്സിനാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്താ? ഗ്ലൂക്കോസ് ആണ്. ഈ രക്തക്കൊഴലുകളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്ന ഗ്ലൂക്കോസ് തന്നെയാണ് ഏറ്റവും വലിയ ടോക്സിൻ ഡയബറ്റിക് പേഷ്യൻസിന്. ഹാർട്ട് പേഷ്യൻസിന് ഏതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്? ഹാർട്ട് പേഷ്യൻറ്റിനകത്ത് കൊഴുപ്പടിഞ്ഞിട്ടല്ലേ ഹാർട്ട് ഡിസീസ് വരുന്നത്.
രക്തക്കുഴലിൽ കൊഴുപ്പാണ് അടിയുന്നത്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് ആണ് അതിനകത്തെ കുഴപ്പം. ആക്ച്വലി കൊളസ്ട്രോൾ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതാണ്, നമ്മളിപ്പോഴും കൊളസ്ട്രോളിന്റെ കാര്യമാണ് പറയുന്നത്, പക്ഷെ ട്രൈഗ്ലിസറൈഡ് ആണ് അതിനകത്തെ കൂടുതൽ വില്ലൻ. ഇപ്പം ട്രൈഗ്ലിസറൈഡ് എന്താ, ഫുഡിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഓയിലും ഫാറ്റും വെച്ചിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടും. മറ്റേ ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് വെച്ച് ഗ്ലൂക്കോസ് കൂടും. ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ കൊറോസീവായിട്ട് വരുന്നത്. അതൊക്കെ നമ്മുടെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുകയാണ്, കൊറോഡ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് തന്നെ ചെയ്യുന്ന ബ്ലഡ് വെയിനിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇതെല്ലാം കൂടി നിൽക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളെ തന്നെയാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ടോക്സിൻസ് ആണ്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ആവശ്യത്തിൽ കൂടുതലായ അത് ടോക്സിനാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നാണ് രണ്ടാമത്തെ ടോക്സിൻ. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ടത് ന്യൂട്രീഷൻ മാത്രമാണ്. നമുക്ക് ഏകദേശം ഒരു 14 വൈറ്റമിൻസും 14 മിനറൽസും, പിന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സും, പ്രോട്ടീൻ അമിനോ ആസിഡ്സ്, പിന്നെ ഫാറ്റിൽ തന്നെ എസെൻഷ്യൽ ഫാറ്റ് omega-3 omega-6. അതാണ് ഒന്ന് ഇൻഫ്ലമേഷന് വേണ്ടിയിട്ടുള്ളത്, ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇപ്പൊ അതിന്റെ ഡയറ്ററി ഫൈബർ, ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ വാട്ടറും ഓക്സിജനും, ഇതാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ. അതല്ലാതെ നമ്മളിപ്പം ഡയബറ്റീസിന് വേണ്ടിയിട്ട് മെറ്റ്ഫോമിൻ കഴിക്കുക, പ്രഷറിന് വേണ്ടിയിട്ട് ലോസാർട്ടൻ, ഓൾ സോർട്ട് ഓഫ് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻസും ഇതെല്ലാം കഴിക്കുന്ന, ഇതെല്ലാം നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. രക്തക്കുഴലുകളെ ചുറ്റിയിരിക്കുന്ന കവറിങ് ചെയ്യുന്ന സെല്ലുകളുണ്ടല്ലോ, അവർക്കാണ് ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ ഇമ്പാക്ട് വരുന്നത്. അപ്പൊ ആ ടോക്സിന്റെ അളവ് കുറയ്ക്കാനാണ് നോക്കട്ടെ. ബോഡിയിൽ നമ്മൾ ചെല്ലുന്ന ടോക്സിൻ കുറയ്ക്കുക കറക്റ്റായിട്ട്. അതേ സമയത്ത് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കണം. കൃത്യമായിട്ടുള്ള അളവിൽ ഉണ്ടായാൽ മാത്രമേ അതിനെ റിപ്പയർ ചെയ്ത് ആരോഗ്യമുള്ള സെല്ലിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഗ്രാജുവലി നമ്മൾ ബോഡിയെ റിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കണം. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഡയബറ്റീസുകാർക്ക് കാർബോഹൈഡ്രേറ്റ് തന്നെ ഇൻഫ്ലമേറ്ററി ഫുഡായിട്ട് വരും, ആവശ്യത്തിൽ കൂടുതലുള്ളത് എന്തും. അതുപോലെ തന്നെ ഈ omega-3 and 6 ഫാറ്റ് ഉണ്ട്. അതാണ് omega-6 ഇൻഫ്ലമേഷനെ പ്രൊമോട്ട് ചെയ്യും, omega-3 ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം നമ്മുടെ ജനറലി ഡയറ്റിലെല്ലാം omega-6 ആണ് കൂടുതലുള്ളത്. അപ്പൊ ഈ omega-6 നമ്മൾ നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, സൺഫ്ലവർ ഓയില്, ഇതിലെല്ലാം സൺഫ്ലവർ ഓയിൽ മിക്കവാറും ഉള്ള കുക്കിംഗ് ഓയിൽസ് എല്ലാം ഇതിലൊക്കെ omega-3 കാര്യമായിട്ടില്ല, omega-6 വെരി ഹൈ ആണ്. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെരിക്കോസ് വെയിൻ്റെ ആണെങ്കിലും ഹാർട്ടിന്റെ ആണെങ്കിലും വെയിനാണെങ്കിലും ആർട്ടറി ആണെങ്കിലും എല്ലാവിധ രോഗങ്ങളും കൂടുമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് തന്നെ എല്ലാം തന്നെ നമ്മുടെ ഇൻഫ്ലമേഷനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ്. സ്റ്റീറോയിഡ് ആണെങ്കിലും, ആസ്മയ്ക്ക് കഴിക്കുന്ന മരുന്നാണെങ്കിലും, അലർജിക്ക് കഴിക്കുന്ന മരുന്നാണെങ്കിലും, പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും, ഇതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററിയാണ്. ഇതെല്ലാം നമ്മുടെ omega-6 വഴി വരുന്ന ആ ഇൻഫ്ലമേഷനെയാണ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മൾ ഫുഡിനകത്ത് തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കുക, ഈ omega-6 കൂടുതലുള്ള ഓയിലൊക്കെ ഉപയോഗിക്കാതിരിക്കുക, നട്ട്സ് കഴിക്കാതിരിക്കുക, അതേസമയത്ത് കൂടുതൽ omega-3 ഉള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഈ മരുന്നുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ്, അതുപോലെ പല ഹോർമോൺസ്, അങ്ങനെ ഉള്ള ഈ ആൻറ്റി ഡിപ്രസൻസ്, അങ്ങനെ സോ മെനി കുറേ മെഡിസിൻസ് ശരിക്കും പറയുന്നത് വെരിക്കോസ് വെയിൻ വന്നാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം ശരിക്കും ഈ വെരിക്കോസ് വെയിൻ്റെ ഉള്ളവർ എന്തൊക്കെയാണ് ഈ മരുന്നുകളെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ലോങ് ടൈം മരുന്നുകൾ ഉപയോഗിക്കേണ്ട വരരുത്. നമ്മുടെ ജീവിതശൈലി ശരിയല്ലാത്തത് കൊണ്ടും അത് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കോമോബിഡിറ്റി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ആണല്ലോ. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം പേഷ്യൻ്റ് വരുന്നത് ഡയബറ്റീസിനാണെങ്കിലും, പേഷ്യൻ്റ് വെരിക്കോസ് വെയിനാണെങ്കിലും, ഫാറ്റി ലിവറിനാണെങ്കിലും, അല്ല ലിവർ ഫെയിലിയറിനാണെങ്കിലും, കിഡ്നി ഫെയിലിയറിനാണെങ്കിലും, ഏതിൽ വന്നാലും നമുക്ക് ബോഡിക്ക് ആകെ ഒരു കാര്യം മതി, കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കിട്ടണം. എക്സസൈസ്, നമ്മളുടെ ഓൾമോസ്റ്റ് 650 മസിൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അതിനെല്ലാം എക്സസൈസ് കിട്ടണം. ന്യൂട്രീഷൻ ഒരു 57 ന്യൂട്രിയൻ്റ് ഉണ്ട്, അതെല്ലാം ബോഡിക്ക് കിട്ടണം. പിന്നെ ടോക്സിൻസ് കുറയ്ക്കണം. ടോക്സിൻസ് നമ്മൾ ഫുഡിൽ തന്നെ ഈ ഫുഡ് അഡിക്റ്റീവ്സും കളറും പ്രിസർവേറ്റീവ്സും ഉള്ള ഫുഡ് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കി പിന്നെ ബോഡിയിൽ അടിഞ്ഞിരിക്കുന്ന ടോക്സിൻ ഒഴിവാക്കണം. അപ്പം അടിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാന ടോക്സിൻ എന്താ? കൊഴുപ്പാണ്. അപ്പം ഈ കൊഴുപ്പ്, പ്രത്യേകിച്ച് നമ്മൾ ഈ കശുവണ്ടിയും കപ്പലണ്ടിയും ഒക്കെ കഴിച്ചുണ്ടാക്കിയ കൊഴുപ്പാണെങ്കിൽ അത് മുഴുവൻ omega-6 ആയിരിക്കും. അത് ഇൻഫ്ലമേറ്ററി കൊഴുപ്പാണ്.
അപ്പം അതിനെ ബേൺ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ലോ കാലറി ഡയറ്റ് എടുത്ത്, ലോ കാർബ് ലോ ഫാറ്റ് ഡയറ്റ് എടുത്ത്, ഹൈ ഒമേഗ 3, അതായത് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഡയറ്റ് എടുത്ത് എല്ലാ ന്യൂട്രീഷനും കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അപ്പം അത് ഏത് രോഗമാണേലും, അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളും കൂടെ ഉണ്ടെങ്കിലും, പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്, ഡയബറ്റീസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, ആർത്രൈറ്റിസ് ഉണ്ടാവും, ഓസ്റ്റിയോആർത്രൈറ്റിസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കൂടെ ഉണ്ടാവും മിക്കവാറും ഈ വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻസിന്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ഇങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളുമായിട്ടാണ് മിക്കവാറും പല പേഷ്യൻസും വരുന്നത്. ഇതിലെല്ലാം പാരലായിട്ട് തന്നെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. കാരണം നമ്മൾ സൂര്യൻ എല്ലാ ചെടികൾക്കും എല്ലാവർക്കും സൂര്യപ്രകാശം കൊടുക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുകയും കറക്റ്റായിട്ട് എക്സസൈസും ചെയ്യുകയാണെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവർക്കും കിട്ടും. ആർട്ടറിക്കും കിട്ടും, വെയിനും കിട്ടും, കരളിനും കിട്ടും, കിഡ്നിക്കും കിട്ടും, മുട്ടിനും കിട്ടും, പാദത്തിനും കിട്ടും. അപ്പം അവർക്കെല്ലാം ന്യൂട്രീഷൻ കിട്ടുമ്പോൾ അവരെല്ലാം ഹീലിംഗ് മോഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം എവറി ഡേ ഓർ എവറി മിനിറ്റ് ഓർ എവറി സെക്കൻഡ് നമ്മളുടെ മില്യൺസ് ഓഫ് സെല്ലാണ് മാറി പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയത് വരുമ്പം പക്ഷെ അവരും പുതിയത് ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റ് ന്യൂട്രീഷൻ വേണം. പലർക്കും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. അതുകൂടാതെ ചില ഫുഡ് ചിലർക്ക് പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാവുന്ന ഗ്ലൂട്ടൺ ആണ്. ഇപ്പം ഗ്ലൂട്ടൺ, ഗോതമ്പ്, മൈദ, റവ, ഇതിനകത്തൊക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ വന്നു കഴിയുമ്പോൾ പലർക്കും വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അത് പറ്റില്ല. ഈവൻ നമ്മൾ അത് നമ്മൾ ഓരോരുത്തരും സ്റ്റഡി ചെയ്യേണ്ടി വരും. അതിനകത്ത് അതാണ് പ്രത്യേകത. നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെങ്കിൽ എടുക്കുമ്പം അവരുടെ ഫുഡും അവർക്ക് ഏതാണ് പറ്റിയ ഫുഡ്, ഏതാണ് പറ്റാത്ത ഫുഡ്, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതും കൂടെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് ഗോതമ്പ് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഇത് ഹീൽ ചെയ്യാൻ പോകുന്നില്ല എന്തൊക്കെ ചെയ്താലും. ഇവൻ നമ്മൾ വെയിറ്റ് കുറച്ചാൽ പോലും ഈ ഫുഡും കൂടെ കറക്റ്റഡ് ആയില്ലെങ്കിൽ ഇതിനകത്ത് ഈ ഗ്ലൂട്ടൺ അടങ്ങിയ പ്രോട്ടീനാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ അത് കൊളാജനുമായിട്ട് നമ്മുടെ ബോഡിയിലെ കൊളാജനും രക്തക്കുഴലിന്റെ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ഫോറിൻ ബോഡി പോലെ കണക്കാക്കി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്യും. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അതിപ്പം രക്തക്കുഴലിന്റെ മാത്രമല്ല എല്ലാ സിസ്റ്റത്തിലേക്കും അത് മാറുകയും ചെയ്യും. അപ്പം നമുക്ക് പറ്റിയ ഫുഡ് ഏതാ പറ്റാത്ത ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മളുടെ ശരീരത്തിന് ചേരുന്ന ഫുഡ് മാത്രമായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അത് ഓരോരുത്തരുടെയും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അത് അവർ കഴിച്ചിട്ടുള്ളതും പിന്നെ ഈ ഫുഡിൻ്റെ ഒക്കെ കൂടെ എന്തൊക്കെയാണ് കയറി പോകുന്നതെന്നനുസരിച്ചും ഒക്കെയാണ് വരുന്നത്. അതിൽ കളർ, പ്രിസർവേറ്റീവ്സ്, ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻറ്റും എല്ലാം കൂടെ നോക്കിയാണ്. അപ്പം ഇതെല്ലാം കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് അതിനെല്ലാം നമുക്ക് പറ്റാത്ത ഫുഡിനെയും ഒരു ടോക്സിനായിട്ട് വേണം. ഇപ്പം എക്സസ് കാർബോഹൈഡ്രേറ്റ് ഡയബറ്റിക് ആയിട്ട് ഷുഗർ കൂട്ടുന്നത് പോലെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ടോക്സിനാണ്. അതുപോലെ ഇപ്പം ഗ്ലൂട്ടൺ അലർജി ഉള്ള ഒരാൾക്കാണെങ്കിൽ, ഗോതമ്പിനോട് അലർജി ഉള്ള ഒരാൾക്കാണെങ്കിൽ ഗോതമ്പ് തന്നെ ഒരു ടോക്സിനായിട്ടാണ് മാറുന്നത്. അപ്പം നമുക്കിപ്പം പലർക്കും ഗോതമ്പ് മാത്രമല്ല അരിയോട് അലർജി ഉള്ളവരുണ്ട്, വെണ്ടയ്ക്കയോട് അലർജി ഉള്ളവരുണ്ട്, പപ്പായ, നമ്മൾ ഒരേ സേഫായിട്ട് കാണുന്ന പല സാധനങ്ങളോടും നമുക്ക് അലർജി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ജനറ്റിക് മോഡിഫിക്കേഷനും ഒക്കെ ഫുഡിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സോ, ഈവൻ പഴയ അരിയല്ലല്ലോ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്, ഒക്കെ ഒത്തിരി മോഡിഫൈഡ് അല്ലേ, അതുകൊണ്ടാവാം. അപ്പം ഇതെല്ലാം മാറ്റവും ഒഴിവാക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് വളരെ ഫാസ്റ്റായിട്ട് ഹീലിംഗ്, ഈവൻ ആൻസർ ഹീലിങ്ങും അസ്വസ്ഥതകളും മാറുകയൊക്കെ ചെയ്യുന്നത്. ഈ നമ്മളൊരു കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ടും വരുന്നത്. അപ്പോൾ ഒരെണ്ണം എന്നല്ല, വെരിക്കോസ് വെയിനും ഒപ്പം നമുക്ക് എല്ലാം ഒന്നിച്ച് തന്നെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ചിലരൊക്കെ ഉണ്ട് 10, 20, ഈവൻ 30 ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മരുന്നുകളെല്ലാം തന്നെ ഈ ജീവിതശൈലി രോഗത്തിന് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ മരുന്നുകളും ഇതിൻ്റെ മന്ത് തന്നെ നിർത്താൻ പറ്റാറുണ്ടെന്നുള്ളതാണ്. ഉള്ള ഈ സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെയാണ് യൂഷ്വലി നിർത്താനായിട്ട് കൂടുതൽ ടൈം പീരീഡ് വേണ്ടി വരുന്നത്. അത് വേണം 5-6 സൈക്കാട്രിക് മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ പതുക്കെ അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനൊക്കെ ഈ അഡിക്ഷൻ ഫോർമേഷൻ ഉണ്ടാകും. ബാക്കിയുള്ള നമ്മൾ പ്രഷർ, ഡയബറ്റീസ് ആണെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നിർത്താം. അത് നിർത്തിയിട്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് ഇരിക്കുകയല്ല, നമ്മൾ ഡെയിലി ബ്ലഡ് ഷുഗർ നോർമൽ ആണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പം മച്ച് ബെറ്റർ, അതായത് ഈ ഇൻസുലിനും 4 നേരം ഇൻസുലിനും 3-4 ഡയബറ്റീസ് മെഡിസിനും എടുക്കുന്നവർക്ക് പോലും വിതിൻ ഫ്യൂ ഡേയ്സ് നമ്മളുടെ ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്നതിനേക്കാളും മച്ച് ബെറ്റർ ഷുഗർ കൺട്രോൾ പേഷ്യന്റ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ വിതിൻ 24 hours ഷുഗർ കൺട്രോൾ കിട്ടിയിട്ടുണ്ടാകുന്നതാണ്. ഇപ്പൊ ഈ ഡയബറ്റീസിന്റെ കാര്യവും ഇൻസുലിന്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ, ഈ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലെഗിന്റെ സ്വെല്ലിംഗ് ഒക്കെ കൂടുതൽ വരുന്നതായിട്ട്, സർക്കുലേഷൻ എന്തോ രീതിയിൽ എഫക്റ്റഡ് ആവുന്നു എന്നൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും
ഇതേ ഇഷ്യൂ തന്നെ വരും. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിലും ഈ വെരിക്കോസ് വെയിൻ്റെ ഇഷ്യൂവിൽ ആ സ്വെല്ലിങ്ങിൻ്റെ ഇഷ്യൂ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. യെസ്, ഡെഫിനറ്റ്ലി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ അളവ് കുറവല്ല. നമ്മളുടെ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ ഭയങ്കര കൂടുതലായിരിക്കും മുകളിൽ. അതിൽ വേണ്ടിയിട്ട് എടുക്കുന്ന മരുന്നുകൾ ഇൻസുലിൻ തന്നെ, ഇൻസുലിനും അല്ലാതെ ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്നുകൾ പലതും ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ നമുക്ക് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. അതായത് നമ്മുടെ ഉപ്പ് ശരീരത്തിൽ കെട്ടി നിൽക്കാൻ ഇടവരുത്തും. നമ്മൾ പ്രഷർ വരുമ്പം ഉപ്പ് കുറയ്ക്കാനല്ലേ പറയുന്നത്. ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പം പ്രഷർ ഇല്ലാത്തവർക്കും പ്രഷർ വരാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ബോഡിയിൽ സോഡിയം കെട്ടി നിൽക്കുന്നു. പിന്നെ പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ നേരത്തെ ചോദിച്ച പോലെ നിഫിഡിപ്പിൻ, ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ രക്തക്കുഴലിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ആർട്ടറിയെ മാത്രമല്ല വെയിനിനെ വികസിപ്പിക്കും. അപ്പം നാച്ചുറലി വെയിനെ വികസിപ്പിച്ച് ആർട്ടറിയെ വികസിപ്പിച്ച് അതിൻ്റെ പ്രഷർ കുറയ്ക്കാൻ നോക്കുമ്പോൾ വെയിനെ വികസിപ്പിച്ച് പ്രഷർ കുറയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ ഓൾറെഡി സ്റ്റാഗ്നേഷനും കൂടെ വരുമോ, ഇത് രണ്ടും കൂടെ ചേരുകയല്ല. അപ്പം വീണ്ടും ഇതിനകത്ത് കെട്ടി നിൽക്കും, മുകളിലോട്ട് പോകാനുള്ള തടസ്സം വരും. അത് മാത്രമല്ല, ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് വരുമ്പോൾ നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്തും കുറയ്ക്കും, നമ്മുടെ സ്കെലിറ്റൽ മസിലിൻ്റെ ശക്തിയും കുറയ്ക്കും. കാരണം അതിനെയും ബ്ലോക്ക് ചെയ്യുക കാൽസ്യം ചാനൽസ് ആണ്. ഹാർട്ടിൻ്റെ മസിലിനെ ആക്ട് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ സ്കെലിറ്റൽ മസിലിനെ പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഈ കാൽസ്യം ചാനൽസ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി അതെല്ലാം നമ്മളുടെ വെയിൻസിൽ പ്രഷർ കൂട്ടും, സ്റ്റാഗ്നേഷൻ വരുത്തുകയൊക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മരുന്നുകൾ ഒരു പരിഹാരമല്ല. നമ്മൾ മരുന്നുകൾ കൊണ്ട് കഴിച്ച് നമ്മൾ മരുന്നിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതശൈലി, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ജീവിതശൈലി ഒന്നും കറക്റ്റ് ചെയ്യണ്ട. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് കാണുകയും നമ്മളൊരു സേഫ് ആണെന്നുള്ള വിചാരത്തിൽ നടക്കുകയും ചെയ്യും. ആക്ച്വലി നമ്മൾ കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ 3ാമത്തെ പാർട്ടായിരുന്നു. ഈ പാർട്ടിലാണ് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ, പൈൽസ്, വെരിക്കോസിൽ എന്ന രോഗങ്ങളുടെ കൂടെ സാധാരണ കാണുന്ന വേറെ രോഗങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ രോഗങ്ങളും ഇതിനുമായിട്ട് ഈ പറയുന്ന വേറുമായിട്ട് ഒരുമിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചാലഞ്ചസും അത് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതുമായിരുന്നു നമ്മൾ കണ്ടത്. അടുത്ത ഭാഗത്ത്, ദാറ്റ് ഈസ് പാർട്ട് 4-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതശൈലിക്ക് ഈ രോഗങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോംപ്ലിക്കേഷൻസ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, അതുപോലെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾക്ക് നല്ല റിസൾട്ട് തരുന്നത് എന്നുള്ളത്. ഇവിടെ ഈ വീഡിയോ അവസാനിക്കുകയായി. നന്ദി.